ബൈബിൾ വലിച്ചുകീറി കഷണങ്ങളാക്കി തീയിലിട്ട് ചാരമാക്കിയ 15 വയസ്സുകാരൻ. മിഷണറിമാരുടെ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തി അവരെ ആട്ടി ഓടിച്ചവൻ. തെരുവിൽ ദൈവവചനം പ്രസംഗിച്ച ഭക്തർക്ക് നേരെ ചെളിയും മണ്ണും വാരിയെറിഞ്ഞ് ആക്രോശിച്ചവൻ. ഒരുപക്ഷെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ സുവിശേഷ വിരോധിയായി മാറിയേക്കാമായിരുന്ന ആ കൗമാരക്കാരന് പിന്നീട് എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ? വർഷം 1889 സെപ്റ്റംബർ മാസത്തിൽ പഞ്ചാബിലെ ലുധിയാനയിലുള്ള രാംപൂർ കട്ടാനിയ എന്ന ഗ്രാമത്തിലാണ് ഇത് നടക്കുന്നത്. ഒരു സമ്പന്ന സിഖ് കുടുംബത്തിലെ ഇളയ മകനാണ് പറയപ്പെട്ട യുവാവ് സുന്ദർ സിംഗ്. ചെറുപ്പം മുതൽ തന്റെ മകനെ ആത്മീയ പാതയിലേക്ക് നടത്തണമെന്ന് ആഗ്രഹിച്ച അവന്റെ അമ്മ വനത്തിൽ അധിവസിച്ചിരുന്ന ഒരു സന്യാസിയുടെ അടുക്കൽ അവനെ കൊണ്ടുപോകുക പതിവായിരുന്നു. 7 വയസ്സിനുള്ളിൽ തന്നെ ഭഗവത്ഗീത മനഃപാഠമാക്കിയ അവൻ 14 വയസ്സിനുള്ളിൽ വേദങ്ങളിലും അറിവ് നേടി. ഇംഗ്ലീഷ് പഠിക്കുവാൻ വേണ്ടി അവനെ അവന്റെ അമ്മ ലുധിയാനയിലെ ഏവിംഗ് ക്രിസ്ത്യൻ ഹൈസ്കൂളിലേക്ക് അയച്ചു. ആ സമയത്താണ് അവന്റെ അമ്മ മരിക്കുന്നത്. താൻ ഏറ്റവും സ്നേഹിച്ച അമ്മയുടെ വിയോഗം സുന്ദറിനെ വല്ലാതെ തളർത്തി. സഹപാഠികളായ ക്രിസ്തീയ വിദ്യാർത്ഥികൾ അവനെ ആശ്വസിപ്പിക്കുവാനായി ശ്രമിച്ചു. നിത്യമായ സമാധാനത്തിന്റെ ഉറവിടം കർത്താവായ യേശുവാണെന്നും യേശുവിലൂടെ മാത്രമേ നിത്യമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നും തന്റെ സഹപാഠികളായ വിദ്യാർത്ഥികൾ പറഞ്ഞത് അവനെ ചൊടിപ്പിച്ചു. സ്കൂളിൽ വെച്ച് ബൈബിൾ നൽകിയതും അത് അവനെ ക്ഷുഭിതനാക്കി. തനിക്ക് ലഭിച്ച ബൈബിൾ വലിച്ചുകീറി കത്തിച്ചു കളഞ്ഞാണ് അവൻ തന്റെ രോഷം പ്രകടമാക്കിയത്. തുടർന്ന് പലവട്ടം മിഷണറിമാരുടെ യോഗങ്ങൾ അലങ്കോലപ്പെടുത്തുകയും തെരുവിൽ ദൈവവചനം പ്രസംഗിച്ച ഭക്തർക്ക് നേരെ ചെളിയും മണ്ണും വാരിയെറിഞ്ഞ് ഓടിക്കുകയും ചെയ്തു സുന്ദർ സിംഗ്. എന്നാൽ ഓരോ ദിവസം ചെല്ലുംതോറും തന്റെ നിരാശ വർദ്ധിച്ചു വന്നു. താൻ ആരുമില്ലാത്തവനാണെന്നും തന്നെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ ആരുമില്ല എന്നുമുള്ള ബോധം അവന്റെ മനസ്സിൽ ഉടലെടുത്തു. ദിവസങ്ങളോളം ഉറങ്ങാൻ കഴിയാതെയും ദുഃഖിതനായും അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. ഒടുവിൽ ദുഃഖം നിറഞ്ഞ ജീവിതത്തോടും മടുപ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളോടും വിട പറയുവാൻ അവൻ തീരുമാനിച്ചു. ആത്മഹത്യയായിരുന്നു യുവാവ് കണ്ട പോംവഴിയും. അങ്ങനെ ദിവസവും രാവിലെ 5 മണിക്ക് വീട്ടിനടുത്തുകൂടെ പോകുന്ന ട്രെയിനിൽ തലവെച്ച് ജീവൻ അവസാനിപ്പിക്കാൻ സുന്ദർ തീരുമാനിച്ചു. ഒരു റെയിൽവേ ട്രാക്കിലൂടെ മരണത്തിലേക്ക് പോകാൻ തീരുമാനിച്ച ആ രാത്രിയിൽ അവന്റെ ഹൃദയത്തിൽ നിന്നറിയാതെ ഇപ്രകാരം ഒരു ചോദ്യം പുറപ്പെട്ടു വന്നു: യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവമുണ്ടെങ്കിൽ മനുഷ്യൻ എന്തിനാണ് ഇത്രമാത്രം വേദന അനുഭവിക്കുന്നത്? സത്യത്തിൽ സകലത്തെയും സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ദൈവമേ, അങ്ങ് ഇന്ന് എനിക്ക് വെളിപ്പെട്ടു വരുമാറാകണമേ. ആ രാത്രിയിൽ തന്റെ മുറിയിൽ ഒരു പ്രത്യേക വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. താൻ മുൻപ് വിശ്വസിച്ചിരുന്ന ഏതെങ്കിലും ഒരു ദൈവമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച സുന്ദർ കണ്ടത് താൻ നിന്ദിച്ച യേശുക്രിസ്തുവിന്റെ ആണിപ്പഴുതേറ്റ കരങ്ങളാണ്. അതെ, യേശുക്രിസ്തു അവന്റെ മുമ്പിൽ പ്രത്യക്ഷനായി സുന്ദറിനോട് സംസാരിച്ചു. എത്ര കാലം നീ എന്നെ പീഡിപ്പിക്കും? നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു, നിനക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ നൽകി. ശരിയായ വഴി അറിയാൻ നീ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നീ ആ വഴി സ്വീകരിക്കുന്നില്ല? ഞാനാണ് ആ വഴി. ആ ക്രിസ്തു ദർശനം അവനെ ആകെ മാറ്റിമറിച്ചു. താൻ ഒറ്റയ്ക്കല്ല എന്നും തന്നെ എപ്പോഴും സ്നേഹിക്കുവാൻ ഒരുവനുണ്ട് എന്ന ബോധം അവനിൽ ഉടലെടുത്തു. അതിനുശേഷം നാം കണ്ടത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കടുത്ത വിരോധിയായിരുന്ന ആ കൗമാരക്കാരൻ ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും ആദരണീയനായ മിഷണറി സാധു സുന്ദർ സിംഗ് ആയി മാറുന്ന അത്ഭുതകരമായ പരിവർത്തനമാണ്.